സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ന്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ഞാൻ റീനുവ, ലവ് ബൈറ്റ്സുമായിട്ട്. നമ്മൾ പറഞ്ഞു വന്നത് ദൂതുമായി പോയ ഒരാളെ കുറിച്ചിട്ടാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവർ തമ്മിൽ അടുത്തു, പ്രണയത്തിലുമായി. ഇവിടെ തെറ്റാരുടെയാ? ഇതിലെ തെറ്റും ചെറിയും കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടു വശം ആലോചിക്കണം. ഒരാളോട് പ്രണയം തോന്നുന്ന തെറ്റാണോ? ഒരിക്കലുമില്ല. എന്നാൽ നൈനയുടെ കേസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫ്രണ്ടിന്റെ ദൂതുമായിട്ട് പോയിട്ട് പ്രണയത്തിലാവുക ചെയ്ത്. ഇതെങ്ങനെ പുറത്തു പറഞ്ഞാലും ഒരാൾ വിഷമിക്കും, ഉറപ്പാ. എന്നാൽ പറയാതിരുന്നാലോ? ഈ ഫ്രണ്ട് നൈനയുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട്, നീ അവനോട് പറയുന്നുണ്ടോന്ന്. അപ്പോൾ നൈന പറയുന്നത്, ഞാനൊരു അവസരം കിട്ടുമ്പോൾ പറയാം, ഇപ്പൊ പറ്റുന്നില്ല എന്നൊക്കെ. അവള് ഫ്രണ്ടിനെ ഒന്ന് ചതിച്ചു, രണ്ടാമത് വീണ്ടും ചതിച്ചോണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ റീണുവിന് അയച്ചു തന്നത് റിഞ്ചു ആണ്. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ? ആരെങ്കിലും ഒരാൾ വേദനിക്കാതെ ഇതിന് ശരിക്കും ഒരു അന്ത്യം ഉണ്ടാവുമോ? പറയാതിരിക്കും തോറും കോംപ്ലിക്കേഷൻസ് അല്ലേ? ഇതുപോലൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയണോ? എന്നാൽ 56070 ആണ് നമ്പർ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. പ്രണയം തോന്നി അത് തുറന്നു പറഞ്ഞാൽ പോരെ, എല്ലാവരെയൊക്കെ ഉൾപ്പെടുത്തി അവസാനം ഇങ്ങനെ വലിയ പ്രശ്നത്തിലെത്തണോ എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അജി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം നൈന കേൾക്കേണ്ടതാ. ഇതെങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞാലും ബെസ്റ്റ് ഫ്രണ്ട് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. ഇനി കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ഇഷ്ടപ്പെടുന്ന ആ ആളെ കൂടി നഷ്ടപ്പെടുത്തരുതെന്ന്. അവസാനം ഫ്രണ്ട്ഷിപ്പും പോവും, പ്രണയവും പോകുന്നു. അജി ഒരു സൊല്യൂഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയേറ്ററെ കൊണ്ടുവരാന്ന്. എന്നിട്ട് അയാളെ കൊണ്ട് ഈ കുട്ടിയോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യിക്കാന്ന്. പിന്നെ ലവറിന്റെ അടുത്ത് നൈന തുറന്നു പറയണമെന്ന്. ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. എന്നാലും നിങ്ങളുടെ ലവ് ട്രൂ ആണെങ്കിൽ അയാൾ നൈനെ ആക്സെപ്റ്റ് ചെയ്യും, മനസ്സിലാക്കുമെന്നാ പറയുന്നത്. പിന്നെ ജീന ഒരു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും ഇത് ജീവിതകാലം മുഴുവനുള്ള ഒരു വേദനയാണ്. കാരണം ഉള്ളിൽ എപ്പോഴും ഒരു വിങ്ങലുണ്ടാവും, നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ ചതിച്ചില്ലേന്ന്. പക്ഷെ ഇനിയിപ്പോൾ ഇത് ഫേസ് ചെയ്യാതെ വേറെ വഴിയില്ലെന്ന്. റീനുവിനും ഇതാ തോന്നുന്നേ. തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല. നൈന അതറിയിക്കണം. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ കൂടെ ഇപ്പൊ പ്രവീണും കൂടിയുണ്ട്. ഹായ് പ്രവീൺ, ഒരു പ്രണയം ഉണ്ടോ? പിന്നെ എത്ര കാലമായി തുടങ്ങിയിട്ട്? 5 വർഷമായി. ഈ പ്രണയം ആരാദ്യം തുറന്നു പറഞ്ഞു? ആരാദ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സംഭവമായിരുന്നു. തുടക്കി കൂടെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ ആളെന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഞാനല്ല അങ്ങനെ ചെയ്തത്. അതായത് അവരുടെ വീട്ടുകാർ വന്നിട്ട് തന്നെ തല്ലാനും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, തനക്ക് തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് അതിന് കരുതൂടെ. അപ്പൊ എന്റെ ഡയലക്ടൂണ് മറ്റേ ബർത്ത് ബിഹാർ കർത്തായ തുംകോ സനം പറഞ്ഞിട്ടുള്ള പാട്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു കോൾ വന്നു. മിസ്ഡ് കോളായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ അതില് ബർത്ത് ബിഹാർ കർത്തായ തുംകോ സനം പറഞ്ഞിട്ടുള്ള പാട്ട് നമ്മുടെ പാർട്ടിയായിരുന്നു അത്. പിന്നെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അതിന്റെ ഇടയിൽ ആരോ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുത്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളാണോ തുറന്നു പറയണ്ടേ, അതോ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പണി ഏൽപ്പിക്കാവോ? ഫ്രണ്ട്സിനെ അങ്ങനെ പറയണോണ്ട്, ഫ്രണ്ട്സിന്റെ സഹായം തരുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഫ്രണ്ട്സിനോട് പ്രണയം പറയണതില് എനിക്ക് യോജിപ്പില്ല. അപ്പൊ തോന്നിക്കഴിഞ്ഞാൽ നേരെ അങ്ങ് പറയണോ? നേരെയാണ് പറയണോ? അതൊക്കെയാണ് അതിന്റെ ഒരു രീതി. അതിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ തേടാം ഫ്രണ്ട്സിനോട്. അല്ലാതെ അവരെ ഹംസങ്ങളായിട്ട് ഏൽപ്പിച്ച അവസാനം പാരയാവണ്ടെന്ന്. അതിലൊന്നും വലിയ അർത്ഥമില്ല. കേട്ടല്ലോ, പ്രണയം തോന്നാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതറിയിക്കാനും ധൈര്യം വേണം. വേറുള്ളവരെ അല്ല അതിനെ നിയോഗിക്കണ്ടേ. ഇത്രയാ റീണുവിന് പറയാനുള്ളൂ. ഒരാളെ കണ്ടു, അയാളോടൊരു ഇഷ്ടം തോന്നി, എന്താ ചെയ്യണ്ടേ? പ്രണയമാ, നമ്മൾ കൂടുതലൊന്നും ആലോചിക്കത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് തുറന്നു പറയണ്ടേ? അവിടെയാ പ്രശ്നം. ഇഷ്ടം തോന്നി എല്ലാവർക്കും പേടിയെ തുറന്നു പറയാൻ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീണു ചോദിക്കട്ടെ, മാക്സിമം എന്ത് സംഭവിക്കാനാ? ഏറ്റവും കൂടിപ്പോയ അയാൾ പറയും, എനിക്ക് താല്പര്യമില്ലെന്ന്. അത്രയല്ലേ വരുള്ളൂ. അതിനു പകരം അത് മനസ്സിലിടുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ച് അയാളെ കൊണ്ട് പറയിക്കുക.
എന്നിട്ട് അവസാനം എന്താ സംഭവിക്കാറ്? ഒരുപാട് കേസസിലും ഈ ഫ്രണ്ട് തന്നെ പിന്നെ നമുക്ക് പാരയാവാറ്. എനിക്കറിയാവുന്ന ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട് ഹംസങ്ങൾ പാര വെച്ചത്. ഇതിൽ തെറ്റ് നമ്മുടെ തന്നെയാ. പ്രണയം തോന്നിയാൽ നമ്മൾ തുറന്നു പറയണം, അല്ലാതെ അവരെയും ഇവരെയൊക്കെ ആശ്രയിച്ച് വെറുതെ കൊളാക്കണോ? ഫേസ്ബുക്കിലും ഇത് തന്നെയാ എല്ലാവരും റെസ്പോണ്ട് ചെയ്തേക്കുന്നത്. തുറന്നു പറയേണ്ട കാര്യമുള്ളൂ, അത് നമ്മൾ തന്നെ പറയണമെന്ന്. പിന്നെ രേണു കൂടുതൽ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ പോവാം ലവ് ബൈറ്റ്സ് കഴിഞ്ഞിട്ട്. അടുത്ത ലവ് ബൈറ്റ്സ് വരെ ഐ എം സേയിങ് ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.